ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഉസ്താദുമാർക്ക് എന്തെങ്കിലും നേരം വെളുക്കുവോ? എവിടെ നിങ്ങളെ എന്നെ സംഘീന്ന് വിളിക്കൂ. നമ്മളെല്ലാരും കൂടി സംഘികൾ ഇതാക്കിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പറയണ ആൾക്കാരാവും രാജ്യത്തെ മുസ്ലിങ്ങൾക്ക്. നമ്മൾ മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെ ഒന്നും ഞാനും നിങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലത്തുള്ള മൊല്ലാക്കന്മാർക്ക് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഈ സ്ത്രീകൾ ഏറ്റവും അധികം വിവേചനം അനുഭവിച്ച ചരിത്രത്തിൽ ആദ്യം തൊട്ടേ ആയിഷ ബീവി, ഖദീജ ബീവി തൊട്ട് കാലം തൊട്ട്, ഇസ്ലാം ഉണ്ടായ കാലം തൊട്ടേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നിപ്പോ ഈ നിമിഷം വരെ, മെബിസുമ വരെ. അപ്പോ ഇതിനെ ഒരിക്കലും അവസാനിപ്പിക്കാൻ ഇവർക്ക് കഴിയില്ല. കാരണം ഇതിന്റെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതന്നെ പിന്നെ സ്ത്രീകളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കിയിട്ടില്ല ആദ്യം തൊട്ടേ. അതിനു വേണ്ടിയാണ് സ്ത്രീകൾക്ക് സ്വത്തവകാശം നിഷേധിക്കപ്പെട്ടത്. സ്ത്രീക്ക് സ്വത്തവകാശം, പിന്നെ എന്താണ്, വിവാഹ സ്വാതന്ത്ര്യം, പിന്നെ ഭർത്താവ് മരിച്ച വിഡോക്ക് കിട്ടേണ്ട അത് വിധവകൾക്ക് കിട്ടേണ്ട പിന്നെ പരിഗണന, ഇതൊന്നും ഇസ്ലാമിൽ തരാത്ത കാരണം എന്താണ്? അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. പിന്നെ ഞാൻ സംഖ്യയാണെങ്കിലും ഞാൻ ഇസ്ലാമിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നീ പണ്ഡിതയാണോ എന്ന് ചോദിക്കും. അപ്പൊ തട്ടത്തോണ്ട് തന്നെ നമുക്കൊന്ന് പറയാം, പണ്ഡിത തന്നെയാ. പണ്ഡിത വെച്ചാല് ആ സൂറത്ത് അൽ ബക്കറയിലാണ് ഇത് 234-35 ആയത്തുകൾ ഇറങ്ങിയത് വിധവകളെ പറ്റി. ഈ വിധവ 25 വർഷം മുമ്പ് നബീസുമ്മ പിന്നെ ഭർത്താവ് മരിച്ച ആള് ഓതി കുത്തിയിരിക്കണം, ദിക്റ് ചൊല്ലി കുത്തിയിരിക്കണം എന്നാണല്ലോ ഇപ്പൊ ഇയാള് പറയുക. അത് പറയണ ഇതിന്റെ ഒരു വലിയ കാര്യം, ഇതിന്റെ പിന്നില് ഈ ഖുർആനില് പറഞ്ഞ ഒരു ആയത്തിനെ വെച്ചാണ്, 2 ആയത്തുകളെ വെച്ചാണ് ഈ വിധവകളെ ഇവര് ക്രൂശിക്കപ്പെടുന്നത്. അതിലെന്താണ് പറഞ്ഞ ഉദ്ദേശിച്ചതെന്നുള്ളൂ. പിന്നെ ഒരു വിധവ ആയി കഴിഞ്ഞാല് ആ പെണ്ണ് കല്യാണം ആലോചിക്കാൻ, ആ പെണ്ണിന്റെ സെക്കൻഡ് മാരേജിനുള്ള സമയം 4 മാസവും 10 ദിവസവും. യുദ്ധകാലം എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട ഏർപ്പാടുണ്ട്. അതിന് ഭയങ്കര ഘോരം അതിനെ സപ്പോർട്ട് ചെയ്യും ഈ സുന്നി, ഇപ്പൊ ഈ കാന്തപുരം വിഭാഗവും മുജാഹിദ് വിഭാഗവും. ഏറ്റവും അധികം കണ്ടത് ജമാഅത്ത് ഇസ്ലാമിയ. അതിന്റെ ഒരു നേതാവ് അതിനെ പറ്റി പ്രസംഗിച്ചത്, നമ്മളൊരു മുസ്ലിം കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു വിമൻസ്. അപ്പൊ അത് യുദ്ധകാലത്തിനെ പറ്റിയിട്ടായിരുന്നു അത് പറയുണ്ടായിരുന്നു ഒരു കാര്യം. പിന്നെ സ്വത്തവകാശത്തിനെ പറ്റി അതിന് കോടതിയിൽ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ യുദ്ധകാലത്തിനെ പറ്റി ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. യുദ്ധകാല ശരീഅത്തിലെ വലിയൊരു അനാചാരാണ്. ഇവരിപ്പോ തിരിച്ചിപ്പോ ഇതിന്റെ അടിയിൽ വന്ന് എഴുതും, നിങ്ങൾ സതി അനുഷ്ഠിച്ചിട്ടില്ലേ, അതല്ലേ ഇന്ത്യന്ന്. ഭാരതത്തിലെ സതി അനുഷ്ഠിച്ചത് ഏത് കാലാന്നുള്ളത് കൂടെ ഒന്ന് ഞാൻ വ്യക്തമാക്കാം. മുഗളന്മാർ ഇവിടുന്ന് പോയപ്പോ അവരെ ആക്രമിച്ച ഈ കാട്ടാളന്മാരെ മുമ്പ് അവർക്ക് ആത്മഹത്യ ചെയ്യാൻ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവരുള്ളതിനെ നല്ലതിനെ നശിപ്പിക്കാന്നുള്ള ആ രാജാക്കന്മാര് ചെയ്യിപ്പിച്ചതാണ് ആ സതി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അതേപോലെയാണ് ഇസ്ലാമിലെ ചരിത്രവും. ഇവര് ആ കാലഘട്ടവും ഈ കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് ഇവര് എഴുതി വെച്ചതില് ഈ ശരീഅത്ത് നിയമത്തിലുള്ളതാണ് യുദ്ധകാലം. 4 മാസവും 10 ദിവസവും അവൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. അന്നത്തെ കാലത്ത് ഗർഭം ഉണ്ടോന്ന് നോക്കാൻ, മരിച്ച ഭർത്താവിന്ന് ഗർഭം ഉണ്ടാവാൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള കാലയളവ്, അത് ഒരാർത്തവത്തിന്റെ കാലയളവാണ് കാത്തിരുന്നത്. പിന്നെ സ്വത്തവകാശം, ഭർത്താവിന് എന്തെങ്കിലും കടബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കേണ്ടത് ആ കാലത്ത് പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കും അന്ന് സ്വത്തിൽ അവകാശം ഉണ്ടായിരിക്കാം ഇത് എഴുതിയ കാലത്ത്. അപ്പൊ ആ സ്ത്രീക്കാണ് ആ ഭർത്താവിന്റെ കടബാധ്യതകൾ വീട്ടി അടുത്തൊരു ഭർത്താവിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയത്തിനെ പറ്റി മാത്രമേ ഖുർആൻ പറഞ്ഞിരുന്നുള്ളൂ. അല്ലാതെ യുദ്ധകാലം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച് മറവ് ചെയ്യുമ്പോ എന്താ, പലർക്കും അത് കേട്ടിട്ടുണ്ടാവില്ല, നമ്മളത് വിശദീകരിക്കണം. ഭർത്താവ് മരിച്ച് അങ്ങോട്ട് പോയാൽ ഈ പെണ്ണിനെ ഇവര് റൂമിലേക്ക് എടുത്തു, വെള്ള തുണിയും കുപ്പായൊക്കെ അങ്ങോട്ട് ഇടിച്ച് മക്കനെയൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇടിച്ചിട്ട് കഴുത്തിലും കാതിലത്തെ എല്ലാം ഊരി അങ്ങോട്ട് വെക്കും പൊന്നൊക്കെ. എന്നിട്ട് ഇങ്ങനെ കെട്ടി അങ്ങോട്ട് ഇരിക്കും. വാതിലുള്ള വാതിലിന്റെ മേലെ ഒരു മറ തൂക്കും, മറ ഇരിക്കുക. ഇതിനതാ പറയുക, ഇതാന്നുള്ളതിന്റെ വേർഡ് പറയുന്നത് നമ്മളെ നാട്ടും പുറത്തൊക്കെ അങ്ങനെ മറ ഇരിക്കും. എന്നിട്ട് ആ പെണ്ണിന്റെ മരുമകനെ കാണാൻ അധികാരമുണ്ട്, ഭർത്താവിന്റെ സഹോദരന്മാരെ, കുടുംബത്തിലെ വേറെ ആളെ, വാപ്പ ആങ്ങള അല്ലാത്ത ഒരാണിനെ അവര് കാണാനില്ല. എന്നിട്ട് കൈ കഴുകാൻ വെള്ളം ഈ വീട്ടുകാര് കൊണ്ടു കൊടുക്കും ഈ പെണ്ണിന്. പുറത്തിറങ്ങിയാൽ ഡൈനിങ് ടേബിളിൽ വരുമ്പോ പിന്നെ ആരെങ്കിലും കാണുമല്ലോ, പെണ്ണിനെ കാണാനും പാടില്ല, പെണ്ണ് ഒരാണിനെ കാണാനും പാടില്ല. ഇവരുടെ സ്ത്രീത്വത്തെയാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. സ്ത്രീ എന്നുള്ള ഒരു വസ്തുവിനെ അവർ കൊല്ലാണ് മരിച്ച ഭർത്താവിന്റെ കൂടെ. ഇതിനാണ് യുദ്ധകാലം പറയുന്നത്. അതന്നെയാ ഇപ്പൊ ആ ഉസ്താദ് പറഞ്ഞത്, അത് ഉദ്ദേശിച്ചാണ് ഈ ഉസ്താദ് പറഞ്ഞത്. എല്ലാ ഉസ്താദുമാരും പറയും. എന്നിട്ട് കൈ കഴുകാൻ വെള്ളം, ആ ബെഡിൽ കാല് നീട്ടി ഇരിക്കുന്നിടത്ത് കൈ കഴുകാൻ വെള്ളം.
ചില പൊട്ടന്മാര് പെണ്ണുങ്ങൾ അതൊക്കെ എനിക്ക് തിന്നാൻ കിട്ടണ ഇവിടെ സുഖമായിട്ട് ഞാൻ പണിയെടുക്കണ്ടല്ലോ, അടുക്കളയിലൊക്കെ കുറെ കാലം പണിയെടുത്ത പെണ്ണുങ്ങളാണെങ്കിൽ ഓല് ഹാപ്പി ആയിരിക്കും. അല്ലാത്തൊരു പെണ്ണിനെ വെച്ച് വെക്ക് 4 മാസവും 10 ദിവസവും അവിടെ ഉണ്ടാക്കുന്ന കോഴിയും ബിരിയാണിയും നേർച്ചക്കും ഉണ്ടാക്കുന്നതും മരിച്ച വീട്ടിൽ ഉണ്ടാക്കണ ഒക്കെ കൊടുത്ത് ഈ പെണ്ണ് വീർത്ത് പുറം ലോകം കാണാതെ ഒരു മനുഷ്യനെ കാണാതെ പുറത്തേക്ക് ഇറങ്ങാതെ അസുഖം വന്നാൽ പോലും അവിടെ മരുന്ന് കൊണ്ടു കൊടുക്കുക. ഈ വിധത്തിൽ ജീവിക്കുമ്പോ ഈ പെണ്ണ് ഫുൾ ഡിപ്രഷനായി 4 മാസം 10 ദിവസം കഴിയുമ്പോ ഈ പെണ്ണിന് ഭർത്താവും വേണ്ട, കുടുംബവും വേണ്ട. ഡിപ്രഷനുള്ള ഒരു ഡോക്ടറെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തായിരിക്കും ആ പെണ്ണിനെ കൊണ്ടു. അതുപോലെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇവരുടെ എല്ലാം വീടുകളിൽ. അതാണ് ഈ ഉദ്ദേശിച്ചത്. ഇതിനെയൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയാണ് UCC ഇവിടെ ഏക സിവിൽ കോഡ് ഈ രാജ്യത്ത് വരണം എന്നുള്ള നമ്മൾ ഇത്രയധികം ശക്തമായി പറയുന്നത്. ഇതൊന്നും ആരും ഉയർത്തി പറയാറില്ല. കാരണം ഒരു മതപണ്ഡിതന് പറയണതിനോ ഒരാൾ ഇതിനെ എതിർക്കുന്നതിനോ ഒരു നേതാവിന് അത് പോയി പറയാം. ഞാനും ഒരു നേതാവ് തന്നെയാ, ഞാൻ പറയും, ഞാൻ ഇന്ദ്രപ്രസ്ഥയിൽ ഇരുന്ന്. നീ ഇന്ദ്രപ്രസ്ഥ ഒരു പെണ്ണാ ഭരിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ പറയൂ അതിന്. കാരണം ശരീഅത്ത് നിയമം നമുക്ക് വേണ്ട. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത്, ഡെമോക്രസി ഉള്ള ഒരു രാജ്യത്ത് നമുക്ക് ഇതുപോലുള്ള ഇവിടെയുള്ള നിയമങ്ങൾ മതി. ഇവിടെ എല്ലാം ഉണ്ടല്ലോ. സ്ത്രീക്ക് അവകാശങ്ങളുള്ള, മരിച്ചൊരു മയ്യത്തിന് വരെ അല്ലെ ഒരു ബോഡിക്ക് വരെ അവകാശങ്ങളുള്ള പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചൊരു രാജ്യത്ത് എന്തിന് സ്ത്രീനെ ഭർത്താവ് മരിച്ചോളം അകത്തിരുത്തണ്? അങ്ങനെ ആ പെണ്ണിനെ തകർക്കപ്പെടുക ചെയ്യണേ. പിന്നെ ആ പെണ്ണിന് ഒന്നും വേണ്ടി വരില്ല. ആക്ച്വലി ഞാൻ കണ്ടിടത്തോളമുള്ള 50% പെണ്ണുങ്ങളും അവര് മാനസികമായി തകർന്ന് പിന്നെ അവർ ആമക്കളെ കസ്റ്റഡിയിലാവും, മരുമക്കളെ കസ്റ്റഡിയിലാവും. പിന്നെ അവൾക്ക് വായ പൊതുക്കാനുള്ള ഒരു ഇതില്ല. പെൺകുട്ടികൾ എങ്ങനെയെങ്കിലും പഠിച്ച് അപ്പൊ ചോദിക്കില്ലേ പെണ്ണുങ്ങൾ, ഇപ്പൊ നമ്പ്യാര് ചോദിച്ചു, പെണ്ണുങ്ങൾ ഇതിനൊക്കെ എതിർക്കൂലേ? പെണ്ണുങ്ങളെ മനസ്സിൽ എതിർക്കണം എന്നുണ്ട്, ആർക്കും ധൈര്യമില്ല. ഇപ്പൊ കുറെ നുസ്രത് ജഹാന്മാരൊക്കെ ഉണ്ടായി വരും, കുറച്ചൊക്കെ അത് ഉണ്ടായി വരട്ടെ വിചാരിച്ച തന്നെയാണ് ഇങ്ങനെ സംഘികൾ ഇരുന്ന് ചർച്ച ചെയ്യണത് സംഗീത് ചാനലില്. എന്തായാലും സംഗീത് ചാനലിൽ എല്ലാരും കാണുന്നുണ്ട്, നിങ്ങളാ സന്തോഷിച്ചോട്ടോ. ജനൻ TV മാത്രമാണ് ഇതുപോലത്തെ കാര്യങ്ങള് ചർച്ച ചെയ്യണതും. അതുകൊണ്ട് ഇന്ന് 2-3 ചാനലും ഈ നബി സുമ്മാന്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ നബി സുമ്മാനോടും മക്കളോടും എനിക്ക് പറയാനുള്ള എന്താ അറിയോ? നബി സുമ്മാൻ മക്കളും പേടിക്കണ്ട. കാരണം മറ്റൊരു നബി സുമ്മാന്റെ മോളാണ് ഞാൻ. എന്റെ 10ാമത്തെ വയസ്സിൽ എന്റെ ഉപ്പ മരിക്കുമ്പോ എന്റെ ഉമ്മക്ക് 26 വയസ്സാ. ഞാൻ മൂത്ത മകള്. എന്റെ താഴെ 3 കുട്ടികൾ, ചെറിയ പറക്കം പറ്റാത്ത 3 കുട്ടികളുള്ള എന്റെ ഉമ്മനെ എടുത്താനും ഒന്നുമില്ല. ഗൾഫിൽ വെച്ച് മയ്യത്ത് പോലും കൊണ്ടുവരാത്ത മാപ്പാനെ അവിടെ മറവാടി കഴിഞ്ഞപ്പോ ഇവിടെ ഉമ്മക്ക് പോവാന് സ്വത്തുക്കളൊക്കെ അവരെടുത്ത്, പിന്നെ ഉള്ളത് കിട്ടാനിരിക്കുന്ന പ്രൗഢം ഫണ്ട് പോലത്തെ സാധനത്തിന് അതിനൊക്കെ ഒപ്പിട്ട് കൊടുക്കാൻ എന്റെ അമ്മ എവിടെയെങ്കിലും പോണം. അതിനൊക്കെ വലിയ വിഷയമാണ് വീട്ടില്. അത് കഴിഞ്ഞ് ഞങ്ങളെ സ്കൂളിൽ, കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്നത് കട്ടാക്കുക, മാവൂരിന്ന് കോഴിക്കോട് വരാൻ 1 മണിക്കൂർ ദൂരം. അപ്പം ബാപ്പ മരിച്ച മക്കൾ എന്തിനാണ് അങ്ങനെ വിടുന്നത്? പാവാട അപ്പാവാട, തലയിൽ തട്ടയില്ല, ഉമ്മ ഉണ്ടിലേതാണ് കൈയൊക്കെ ഇടുന്ന ഉമ്മയായിരുന്നു എന്റെ ഉമ്മ. എന്റെ ഉമ്മ പിന്നെ ഫുൾ കൈയൊക്കെ ഇട്ടിട്ടോ. ഇവരെല്ലാം പറഞ്ഞ് ഉമ്മക്ക് അവരെ വായ അടക്കാൻ വേണ്ടി. കാരണം ഞങ്ങളെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ള എന്റെ നബി സുമ്മന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഉപ്പന്റെ മിഷനിൽ ഞങ്ങളെ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് പറയുന്നത്. അതന്നെയാ എനിക്ക് ഈ നബി സുമ്മനോടും മക്കളോടും പറയാൻ. തോൽക്കരുത്, നിങ്ങൾ മുന്നോട്ട് ഇറങ്ങണം. എല്ലാ സദസ്സിലും നിങ്ങൾ പോണം. മൊയ്ലിയാമാരെ വായ അടപ്പിക്കാൻ നമ്മളൊക്കെ ഉണ്ട് ഈ നാട്ടില്. ഇനി ഇവരൊക്കെ നമ്മളൊന്നും ചെയ്യാനുള്ള കഴിവില്ല. എല്ലാ പെണ്ണുങ്ങളും ഇറങ്ങി വരണം. ഈ രാജ്യം ഭരിക്കുന്നത് സ്ത്രീകൾക്ക് അവകാശങ്ങളും സ്ത്രീകൾക്ക് സ്ഥാനമാനങ്ങളും കൊടുക്കുന്ന ഒരു നേതാവിന്റെ കീഴിലാണ് ഇന്ന് ഈ രാജ്യം. എല്ലാ പെണ്ണുങ്ങളാണ് രാജ്യത്ത് അല്ലെ ശക്തമായ സ്ഥാനങ്ങളിലെല്ലാം പെണ്ണുങ്ങൾ. സ്ത്രീ ശാക്തീകരണത്തിന്റെ മുന്നിലായിട്ട് നമുക്ക് അഭിമാനത്തോടെ പറയാ, ഭാരതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ മാതാവ്, അമ്മയാണ് ശക്തി.